വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അബിമലേക്കിനും ഷെക്കെം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു. ഷെക്കെം നിവാസികൾ അബിമലേക്കിനെ വഞ്ചിച്ചു. അങ്ങനെ ജെറുബ്ബാലിൻ്റെ 70 മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി. അവരുടെ രക്തം ഘാതകനായ അബിമലേക്കിൻ്റെയും കൂട്ടുനിന്ന ഷെക്കെംകാരുടെയും മേൽ പതിച്ചു. ഷെക്കെംകാർ യബാദിൻ്റെ പുത്രനായ ഗാലുമായി ചേർന്ന് അബിമലേക്കിനെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അബിമലേക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കെമിനെതിരായി 4 ഗണങ്ങളായി പതിയിരുന്നു. ഗാൽ പുറത്തു വന്ന് നഗര കവാടത്തിൻ്റെ മുമ്പിൽ നിലയുറപ്പിച്ചു. അബിമലേക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ ഷെക്കെം നിവാസികളുടെ നേതാവായി അബിമലേക്കിനോട് പോരാടി. അബിമലേക്ക് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു. അബിമലേക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്ന് പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി. ഷെക്കെം നിവാസികൾ എല്ലാവരും കൂടി എൽബ്രീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയ്ക്ക് അകത്ത് കയറി ഒളിച്ചു. അബിമലേക്കും അനുയായികളും വിറക് കൂട്ടി കോട്ടയ്ക്കകം കത്തിച്ചു. പിന്നീട് അബിമലേക്ക് തെബേസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി. ആ പട്ടണത്തിലെ ഗോപുരത്തിൽ കയറിയവരെ ആക്രമിക്കാനായി അബിമലേക്ക് ശ്രമിച്ചപ്പോൾ ഒരു സ്ത്രീ അബിമലേക്കിൻ്റെ തലയ്ക്കടിച്ച് അവനെ മൃതപ്രായനാക്കി. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ച്, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. അവൻ വാളൂരി വെട്ടി അബിമലേക്ക് മരിച്ചു. ന്യായാധിപന്മാർ 9-ാം അധ്യായം 54-ാം തിരുവചനം. പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമലേക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു. ഷെക്കെം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു. ഗിദെയോൻ എന്ന ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.